ഈ വാദി റാഹയിൽ താമസിക്കുമ്പോഴാണ്. ഇക്കാര്യമാണ് സൂയസ് കനാൽ യൂണിവേഴ്സിറ്റി റിസർച്ച് സെന്ററിലെ ഗവേഷകൻ കമാൽ ഔദ വിവരിക്കുന്നത്. هم يقال أن هناك تجمع بني إسرائيل في هذه المنطقة وانتظروا سيدنا موسى حينما ذهب إلى ميقات ربه والعجل الذي عبده بني إسرائيل مطبوع على الصخر بمواجهة وادي الراحة مطبوع على الجبل في مواجهة. ഈ പ്രദേശം ഇപ്പോൾ സെന്റ് കാതറിൻ വില്ലേജിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കൈറോയിൽ നിന്ന് 510 കിലോമീറ്റർ ദൂരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് മൂസാ നബിയുടെ സഹായിയായി അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ഹാറൂൻ നബി നിര്യാതനായി. അദ്ദേഹത്തിന്റെ ഖബറിന്മേൽ ക്രിസ്ത്യാനികൾ സ്ഥാപിച്ച കെട്ടിടമാണ് തുവാ താഴ്വരയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കുന്നിൻ മുകളിൽ കാണുന്നത്. ഹാറൂൻ BC 13-ാം നൂറ്റാണ്ടിൽ ഇസ്രായേലിൽപ്പെട്ട ഒരു ധനാഢ്യൻ ജീവിച്ചിരുന്നു. ഖൈറോയിൽ നിന്ന് 150 കിലോമീറ്റർ ദൂരെ ഹസർ ഖാറൂൻ എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഖുർആൻ പറയുന്നു, അധ്യായം 28 ഖസസ് സൂക്തം 76, തീർച്ചയായും ഹാറൂൻ മൂസായുടെ ജനതയിൽപ്പെട്ടവനായിരുന്നു. എന്നിട്ടും അവൻ അവരോട് അതിക്രമം കാണിച്ചു. ശക്തരായ ഒരു സംഘത്തിന് പോലും വഹിക്കാൻ കഴിയാത്ത ഭാരമായിരിക്കത്തക്കവണ്ണം നിക്ഷേപങ്ങൾ നാം അവന് നൽകുകയും ചെയ്തു. അവന്റെ ജനങ്ങൾ അവനോട് പറഞ്ഞു, നീ അത്യധികം ആഹ്ലാദിക്കരുത്. അമിതമായി ആഹ്ലാദിക്കുന്നവരെ ദൈവം ഇഷ്ടപ്പെടുകയില്ല. ഇത് ഖാറൂന്റെ കിണർ, ബുഹൈറത്ത് ഖാറൂൻ അഥവാ ഖാറൂൻ തടാകം എന്ന പേരിൽ ഇപ്പോഴും അറിയപ്പെടുന്ന ഈ തടാകത്തിലെ മത്സ്യബന്ധനവും ചുറ്റുമുള്ള കൃഷിയും അവനെ കോടീശ്വരനും അഹങ്കാരിയുമാക്കി. തന്റെ സമ്പൽ സമൃദ്ധി സ്വന്തം അറിവ് കൊണ്ട് നേടിയതാണെന്നും ദൈവത്തോട് തനിക്ക് കടപ്പാടില്ലെന്നും ധിക്കാരപൂർവം അവൻ പ്രഖ്യാപിച്ചു. പ്രതിഫല നാളിനെ അവൻ നിഷേധിച്ചു തള്ളി. മാത്രമല്ല, അവൻ ഗുണ്ടായിസത്തിന് ഒരുങ്ങുകയും മൂസാ നബിക്കെതിരിൽ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. തന്റെ പ്രൗഢി ജനങ്ങൾക്കിടയിൽ പ്രദർശിപ്പിക്കാൻ അവൻ ഒരു പ്രകടനം നടത്തി. ഭൗതിക ലോകം പരീക്ഷണത്തിനുള്ള താൽക്കാലിക ലോകം മാത്രമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർക്ക് അവന്റെ പ്രൗഢിയിൽ യാതൊരു അസൂയയോ പരിഭവമോ അസംതൃപ്തിയോ അനുഭവപ്പെട്ടില്ല. എന്നാൽ വിശ്വാസത്തിൽ ബലഹീനരായ ആളുകൾ അതുപോലെ തങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന് പരിഭവിച്ചു. അധികം താമസിച്ചില്ല, അവനെയും അവന്റെ വീടിനെയും അള്ളാഹു ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു. നിസ്സഹായനായി ഭൂമിയിലേക്ക് താഴ്ന്നുപോയ അവനെയും പരിവാരങ്ങളെയും രക്ഷിക്കാൻ ആർക്കും സാധിച്ചില്ല. വഞ്ചനയിലൂടെയും അല്ലാതെയും പണം സമ്പാദിച്ച് നാട്ടിൽ ഗുണ്ടായിസം നടത്തുന്നവർ ഓർക്കുക, അന്ന് ഖാറൂനെ ആഴ്ത്തിക്കളഞ്ഞ അള്ളാഹുവിന് നിങ്ങളെയും നിഷ്പ്രയാസം നശിപ്പിക്കാൻ സാധിക്കും. കൂടാതെ പരലോകത്തിലെ നരകശിക്ഷ എന്തുമാത്രം കഠിനകഠോരവുമാണ്. വിനീതരാവുക, നന്മയിലേക്ക് മടങ്ങുക, അള്ളാഹുവോട് നന്ദി കാണിക്കുക. ബൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം. ഫലസ്തീനിൽ ജീവിച്ചിരുന്ന ദാവൂദ് നബിയുടെ പുത്രൻ സുലൈമാൻ അലൈഹിസ്സലാം എന്ന പ്രവാചകൻ പിതാവിന് ശേഷം രാജാവായി അധികാരമേറ്റു. അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ നിരവധി അമാനുഷിക സിദ്ധികളിൽ ഒന്നായിരുന്നു പക്ഷികളുമായി സംസാരിക്കാനുള്ള കഴിവ്. യമനിലെ മഗ്രിബിനടുത്ത് താമസിച്ചിരുന്ന സബഅ് ഗോത്രക്കാർ അവരുടെ രാജ്ഞിയായ ബൽഖീസിന്റെ നേതൃത്വത്തിൽ സൂര്യനെ ആരാധിക്കുന്നതായി താൻ കണ്ടുവെന്ന് പക്ഷി സുലൈമാൻ നബിയോട് പറഞ്ഞു.
ബൽഖീസിന്റെ സൂര്യക്ഷേത്രത്തിന്റെ അവശിഷ്ടമാണിത്. തുബ്ബ രാജവംശത്തിൽപ്പെട്ടവളായിരുന്നു രാജ്ഞി. സൃഷ്ടിപൂജ ഒഴിവാക്കണമെന്നും പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ സർവേശ്വരനെ മാത്രമേ ആരാധിക്കാവൂ എന്നും ആ ദൈവത്തിന്റെ കൽപ്പനക്ക് കീഴടങ്ങി സത്യവിശ്വാസിയാകണമെന്നും ദൈവീക നാമത്തിൽ തുടങ്ങുന്ന കത്തിൽ സുലൈമാൻ അലൈഹിസ്സലാം അവരോട് ആവശ്യപ്പെട്ടു. ആ കത്ത് യമനിലെത്തിച്ചതും അതേ പക്ഷി തന്നെയായിരുന്നു. സൃഷ്ടിപൂജകളുടെയും അന്ധവിശ്വാസങ്ങളുടെയും കൂരിരുട്ടിൽ നിന്ന് ലോകരക്ഷിതാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന സത്യവിശ്വാസത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കടന്നുവന്ന ക്യൂൻ ഷേബ എന്ന ബൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങളാണ് യമനിലെ സബയിൽ നിങ്ങൾ കാണുന്നത്. രാജ്ഞി യമനിൽ നിന്ന് 2200 കിലോമീറ്റർ ദൂരെ കിടക്കുന്ന ജറൂസലമിൽ സുലൈമാൻ നബിയുടെ അടുക്കലെത്തി. അതിനു മുമ്പ് തന്നെ രാജ്ഞിയുടെ കൊട്ടാരത്തിനുള്ളിലെ സിംഹാസനം അമാനുഷികതയിലൂടെ യമനിൽ നിന്ന് ജറൂസലമിലെത്തിച്ചിരുന്നു. ജറൂസലമിലെത്തിയ രാജ്ഞി പ്രഖ്യാപിച്ചു. അധ്യായം 27 നംൽ സൂക്തം 44. قالت رب إني ظلمت نفسي وأسلمت مع سليمان لله رب العالمين. എന്റെ രക്ഷിതാവേ, ഞാൻ എന്നോട് തന്നെ അന്യായം ചെയ്തിരിക്കുന്നു. ഞാനിതാ സുലൈമാനോടൊപ്പം ലോകരക്ഷിതാവായ അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഈ സംഭവം നടന്നത് BC 10-ാം നൂറ്റാണ്ടിലാണ്. മസ്ജിദുൽ അഖ്സ. മക്കയിലെ മസ്ജിദുൽ ഹറാം ഖിബലയാക്കുന്നതിന് മുൻപ് ഫലസ്തീനിലെ ജറൂസലമിൽ സ്ഥിതി ചെയ്യുന്ന ഈ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞായിരുന്നു മുസ്ലിങ്ങൾ നമസ്കരിച്ചിരുന്നത്. മസ്ജിദുൽ ഹറാമും മസ്ജിദുൻ നബവിയും കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ് സുലൈമാൻ നബി നിർമ്മിച്ച ഈ മസ്ജിദുൽ അഖ്സ അഥവാ ബൈത്തുൽ മുഖദ്ദസ്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇവിടെ എത്തിച്ച ശേഷമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകാശാരോഹണം അഥവാ മിഅ്റാജ് സംഭവിച്ചത്. അതേ സ്ഥാനത്ത് നിർമ്മിച്ചതും പിന്നീട് ഉമവി ഖലീഫ അബ്ദുൽ മലിക് പുതുക്കി പണിതതുമായ സൗധമാണ് ഈ ഖുബ്ബത്തു സ്വഖ്റ അഥവാ ഡോം ഓഫ് ദി റോക്ക്. യൂനുസ് അലൈഹിസ്സലാം ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിൽ നിന്ന് 400 കിലോമീറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് നീനവ അഥവാ മൂസുൽ. ഈ ടൈഗ്രീസ് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന നീനവായിലെ പ്രവാചകനായിരുന്നു യൂനുസ് നബി. അദ്ദേഹത്തിന്റെ പ്രബോധനവും ഉപദേശവും ഈ നാട്ടുകാർ വകവെക്കാതായപ്പോൾ അവരുടെ മേൽ കോപിച്ചുകൊണ്ട് ഈ നീനവായിൽ നിന്ന് അദ്ദേഹം കപ്പലിൽ നാടുവിട്ടു. അപകടാവസ്ഥയിൽ കപ്പലിൽ നിന്ന് ഭാരം കുറക്കാൻ ചിലരെ പുറത്തെറിയേണ്ടി വന്നു. അതിനുവേണ്ടി നറുക്കിട്ടപ്പോൾ കിട്ടിയത് യൂനുസ് നബിയുടെ പേരായിരുന്നു. കടലിൽ എറിയപ്പെട്ട അദ്ദേഹത്തെ ഭീമാകാരമായ ഒരു മത്സ്യം വിഴുങ്ങി. അള്ളാഹുവിന്റെ സമ്മതം കിട്ടുന്നതിന് മുൻപ് നാടുവിട്ട അദ്ദേഹം മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് താൻ ചെയ്ത തെറ്റിൽ പശ്ചാത്തപിച്ചു. രക്ഷിക്കാൻ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. മത്സ്യം അദ്ദേഹത്തെ വായിലൂടെ കരയിലേക്ക് പുറന്തള്ളി. 100,000-ൽ പരം ജനസംഖ്യയുള്ള തന്റെ ജനങ്ങളിലേക്ക് വീണ്ടും അദ്ദേഹം മടങ്ങിയെത്തി. ദൈവിക സന്ദേശം അംഗീകരിച്ച ജനങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചു. ധിക്കാരികളായിരുന്ന യൂനുസ് നബിയുടെ ജനതക്ക് ശിക്ഷയെക്കുറിച്ച് അള്ളാഹു താക്കീത് നൽകിയിരുന്നുവെങ്കിലും അവർ പശ്ചാത്തപിച്ചു മടങ്ങിയതിനാൽ ശിക്ഷ ഇറക്കാതെ രക്ഷിച്ചു എന്ന് അധ്യായം 10 സൂക്തം 98 അള്ളാഹു പറയുന്നുണ്ട്. മൂസുലിലെ ഈ പള്ളിക്ക് സമീപമാണ് യൂനുസ് നബിയുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. ദുൽഖർനൈൻ. അധ്യായം 18
അൽ കഹ്ഫ് 83 മുതൽ 99 വരെയുള്ള സൂക്തങ്ങൾ ദുൽഖർനൈനി എന്ന മഹാന്റെ ചരിത്രം വിവരിക്കുന്നു. യൂറോപ്യൻ രാഷ്ട്രമായ സോവിയറ്റ് ജോർജിയയുടെ തലസ്ഥാനമായ തിബിലിസി പട്ടണമാണ് ഇത്. BC 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ദുൽഖർനൈനിയുടെ ജനത ജീവിച്ച പ്രദേശങ്ങളാണ് ഇവ. നൂഹ് നബിയുടെ മകനായ യാഫിസിന്റെ സന്തതികളാണ് യഅ്ജൂജ് മഅ്ജൂജ് വംശക്കാർ. യഅ്ജൂജിന്റെ വംശം താർത്താരികൾ എന്നും മഅ്ജൂജിന്റെ വംശം മംഗോളിയർ എന്നും അറിയപ്പെട്ടു. തെബിലീസിയിൽ നിന്ന് കൊക്കേഷ്യൻ പർവ്വതനിരയിലെ ദാരിയാൽ മലയിടുക്കിലേക്കുള്ള റോഡിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. ദാരിയാലിനപ്പുറത്ത് ജീവിച്ചിരുന്ന യഅ്ജൂജ് മഅ്ജൂജിലെ അപരിഷ്കൃതരും ക്രൂരന്മാരുമായ ഗോത്രവർഗക്കാർ ദാരിയാൽ മലയിടുക്കിലൂടെ വന്ന് കാക്കസസിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ കൊള്ള നടത്താറുണ്ടായിരുന്നു. ഇക്കാര്യമാണ് തെബിലിസി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്ററി പ്രൊഫസർ ഡോക്ടർ ഡെൻഡുവി ഡുണ്ടുവ പറയുന്നത്. Yes, there are some passes, but the most important pass was this pass, because most aggressive tribes were living beyond this pass. അവരുടെ കൊള്ളയിൽ നിന്ന് തങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് അക്കാലത്ത് ഈ ജോർജിയൻ പ്രദേശത്ത് ജീവിച്ചിരുന്ന ആളുകൾ അവരുടെ രാജാവായ ദുൽഖർനൈനിയോട് ആവശ്യപ്പെട്ടു. സൈറസ് എന്ന പേർഷ്യൻ ചക്രവർത്തിയാണ് ദുൽഖർനൈനി എന്നതാണ് പ്രബലമായ അഭിപ്രായം. അദ്ദേഹം പറഞ്ഞു, അധ്യായം 18 അൽ കഹ്ഫ് സൂക്തം 96, آتوني زبر الحديد حتى إذا ساوى بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا. എനിക്ക് നിങ്ങൾ ഇരുമ്പ് കട്ടികൾ കൊണ്ടുവരൂ. അങ്ങനെ ആ പർവ്വത പാർശ്വങ്ങളുടെ ഇടസമമാക്കി തീർത്തിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തീ കൊണ്ട് ഊതുവിൻ. അത് ചുട്ടുപഴുത്ത് തീ ആയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചെമ്പ് ദ്രാവകം കൊണ്ടുവരൂ, ഞാൻ അതിന്മേൽ ഉരുക്കി ഒഴിക്കാം. ദുൽഖർനൈനി കെട്ടിയ മതിൽ തെബിലീസിയിൽ നിന്ന് റഷ്യൻ സംസ്ഥാനമായ ഒസറ്റിയയിലേക്കുള്ള ഈ റോഡിൽ ദാരിയാൽ മലയിടുക്കിലായിരുന്നുവെന്നതാണ് പ്രമുഖ വ്യാഖ്യാനം. ആ മതിൽ ഭദ്രമായിരുന്നതിനാൽ യഅ്ജൂജ് മഅ്ജൂജിന്റെ കൊള്ളയിൽ നിന്ന് ജനങ്ങൾ രക്ഷപ്പെട്ടു. ലോഹമതിൽ നിർമ്മിക്കാനുള്ള തന്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ജനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തിയ ദുൽഖർനൈനിയുടെ നാമം ദൈവിക ഗ്രന്ഥത്തിലൂടെ അന്ത്യനാൾ വരെ അല്ലാഹു നിലനിർത്തി. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ വിജ്ഞാനം നേടിയവർ ദുൽഖർനൈനിയുടെ മാതൃക പിന്തുടരുക. സമൂഹത്തിന്റെ പുരോഗതിക്കായി വിജ്ഞാനം ഉപയോഗിക്കുക. ഇരുലോകത്തിലും നേട്ടം കൈവരിക്കുക. പിൽക്കാലത്ത് ദാരിയാലിൽ നിർമ്മിക്കപ്പെട്ട ഒരു കൽമതിലിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കാണപ്പെടുന്നു. ഈസ അലൈഹിസ്സലാം അഥവാ യേശുക്രിസ്തു ബത്ലഹേം